എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒടുവിൽ നടന്ന, കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 20, 2024 നടന്ന LP സ്കൂൾ ടീച്ചർ പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങളാണ്. മലയാളം ചോദ്യങ്ങൾ വരുന്ന പരീക്ഷയിൽ നിർണായകമായ പങ്ക് വഹിക്കും എന്ന് നമുക്ക് വളരെയധികം പ്രതീക്ഷയുള്ള മലയാളം ചോദ്യങ്ങൾ. അപ്പോ മുൻകാല ചോദ്യങ്ങളിലൂടെ കടന്നുപോയാൽ മാത്രമാണ് നമ്മുടെ ഇനി വരാനിരിക്കുന്ന പരീക്ഷയിലെ ചോദ്യങ്ങൾ എപ്രകാരമായിരിക്കും, അവയുടെ സ്വഭാവം എന്തായിരിക്കും, ഏതു ഭാഗങ്ങൾക്കായിരിക്കും ഊന്നൽ കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കൂ. അപ്പോ അതിന് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഇന്നത്തെ സെഷൻ. കൂടുതൽ ആമുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ 88/24 എന്ന ക്വസ്റ്റ്യൻ കോഡിലൂടെ നടന്ന LP സ്കൂൾ ടീച്ചർ പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, പരീക്ഷയിലെ തന്നെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. GK വിഭാഗത്തിൽ ചോദിച്ചതാണ്, മലയാളവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് പലയാവർത്തി നമ്മുടെ പരീക്ഷകളിൽ മുൻപ് ചോദിച്ചിട്ടുള്ളതായതുകൊണ്ടും ഇവിടെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. പരീക്ഷയിലെ ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ദൈവദശകം, ഓപ്ഷൻ ബി പ്രാചീന മലയാളം, ഓപ്ഷൻ സി ആത്മോപദേശ ശതകം, ഓപ്ഷൻ ഡി ദർശനമാല. ഏതാണ് ശരിയായ ഉത്തരം? എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ പ്രസിദ്ധമാണ്. എന്നിരുന്നാലും അറിഞ്ഞിരിക്കണം, പലയാവർത്തി ചോദിച്ചിട്ടുണ്ട്. ശരിയായ ഉത്തരം പ്രാചീന മലയാളമാണ്. പ്രാചീന മലയാളം മാത്രമാണ് ഈ കൂട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ അല്ലാത്തത്. ബാക്കി 3 കൃതികളും ദൈവദശകം, ആത്മോപദേശ ശതകം, ദർശനമാല, ഇത് 3ഉം ശ്രീനാരായണ ഗുരുവിന്റെ തന്നെ കൃതികളാണ്. അങ്ങനെയാണെങ്കിൽ പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചതാരാണ്? പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ഇത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികൾ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് കടന്നു വരേണ്ട പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? വേദാന്ത സാരം, നിജാനന്ദ വിലാസം, ഭാഷാ പത്മ പുരാണ അഭിപ്രായം, ക്രിസ്തുമത ഛേദനം. പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ, ചട്ടമ്പി സ്വാമികൾ അദ്ദേഹം ക്രിസ്തുമത ഛേദനം എന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ രചനയാണ്. ശ്രീചക്ര പൂജാകൽപ്പം, ആദിഭാഷ, വേദാധികാര നിരൂപണം, കൂടാതെ അദ്വൈത ചിന്താ പദ്ധതി, പിള്ളത്താലോലിപ്പ്, സർവമത സാമരസ്യം, കേരളത്തിലെ സ്ഥലനാമങ്ങൾ, പ്രപഞ്ചത്തിൽ സ്ത്രീ പുരുഷന്മാർക്കുള്ള സ്ഥാനം, തമിഴകവും ദ്രാവിഡ മാഹാത്മ്യവും, മനോനാശം എന്നിവയാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെത് അല്ലാത്തത് പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണേ, ശ്രീനാരായണ ഗുരുവിന്റെ സമ്പൂർണ്ണ കൃതികൾ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് സമാഹരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ളത് ഡോക്ടർ ടി ഭാസ്കരനാണ്. അതുകൂടാതെ DC ബുക്സും ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ സമ്പൂർണമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന് വ്യാഖ്യാനം തയ്യാറാക്കിയിട്ടുള്ളത് മുനി നാരായണ പ്രസാദാണ്. വേണമെങ്കിൽ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാമല്ലോ, ചുവടെ തന്നിട്ടുള്ളതിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളെ വ്യാഖ്യാനിച്ചിട്ടുള്ളവരാരൊക്കെ എന്നൊക്കെ ചോദ്യം വരാവുന്നതാണ്. നിത്യചൈതന്യയതിയും ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളെ വ്യാഖ്യാനിച്ചിട്ടുള്ളവരിൽ പ്രമുഖനാണ്. എന്നിരുന്നാലും സമ്പൂർണ്ണ കൃതികൾക്ക് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത് മുനി നാരായണ പ്രസാദും ഡോക്ടർ ടി ഭാസ്കരനുമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ലാത്ത, പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കൃതികളുടെ പേരുകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. അദ്ദേഹത്തിന്റെ ദാർശനിക കൃതികൾ ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, അദ്വൈത ദീപിക, അറിവ്, ബ്രഹ്മവിദ്യാ പഞ്ചകം, നിർവൃതി പഞ്ചകം, ശ്ലോകത്രയി, ഹോമമന്ത്രം, വേദാന്ത സൂത്രം എന്നിവയാണ്. പ്രബോധന കൃതികളിലേക്ക് കടക്കുമ്പോൾ ജാതി നിർണയം, മതമീമാംസ, ജാതി ലക്ഷണം, സദാചാരം, ജീവകാരുണ്യ പഞ്ചകം, അനുകമ്പാദശകം, ധർമാശ്രമം, മുനിചര്യ പഞ്ചകം എന്നിവയാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗദ്യകൃതികൾ ഏതൊക്കെയാണ്? ഗദ്യ പ്രാർത്ഥന, ദൈവചിന്തനം, ആത്മവിലാസം, ചിജ്ജട ചിന്തകം എന്നിവയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തർജ്ജമകൾ ഈശാവാസ്യോപനിഷത്ത്, തിരുക്കുറള്, ഒഴുവിൽ ഒടുക്കം എന്നിവ അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുള്ള
കൃതികളാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടത്, പരീക്ഷയ്ക്ക് ഇനി വരുന്ന പരീക്ഷയിലും ചോദിക്കാൻ സാധ്യത ഏറെയുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇനി കടക്കുന്നത് മലയാളത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 10 ചോദ്യങ്ങളിലേക്കാണ്. 91ാമത്തെ ചോദ്യം മലയാളത്തിൽ നിന്നായിരുന്നു. 6 മലയാളിക്ക് 100 മലയാളം, അരമലയാളിക്ക് 1 മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല. കൗതുകകരമായ കുറിക്കുകൊള്ളുന്ന ഈ വരികൾ ആരുടേതാണ്? NN കക്കാട്, ചെമ്മനം ചാക്കോ, കുഞ്ഞുണ്ണി, സച്ചിദാനന്ദൻ. ഏതാണ് ശരിയായ ഉത്തരം? എല്ലാവർക്കും അറിയാം ഈ വരികളുടെ കർത്താവ്, ഇത്തരത്തിൽ കുറിക്കുകൊള്ളുന്ന വരികളുടെ ഒക്കെ ഉപജ്ഞാതാവ് ആര് തന്നെയാണ്? കുഞ്ഞുണ്ണി മാഷ് തന്നെയാണ്. ഓപ്ഷൻ സി, കുഞ്ഞുണ്ണി മാഷാണ് ശരിയായ ഉത്തരം. കവിതയിൽ ഒരു വിതയുണ്ട് എന്ന് പറഞ്ഞതും കുഞ്ഞുണ്ണി മാഷ് തന്നെയാണ്. മുൻപ് പരീക്ഷയ്ക്കത് ചോദിച്ചിട്ടുമുണ്ട്. കുഞ്ഞുണ്ണി മാഷിന്റേതെന്ന നിലയ്ക്ക് ഒരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ലാത്ത ഏതാനും വരികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. എത്രമേൽ അകലാം ഇനിയും അടുക്കാൻ ഇടമില്ലെന്നതുവരെ, എത്രമേൽ അടുക്കാം ഇനി അകലാൻ ഇടമില്ല എന്നതുവരെ. വരിയുടെ കർത്താവ് കുഞ്ഞുണ്ണി മാഷ്. അതുപോലെ കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണൻ പരാജയം എന്ന് പാടിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ഇതിനെ പരിഹസിച്ചുകൊണ്ട് കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാൺമതാണൻ പരാജയം എന്ന് പാടിയത് കുഞ്ഞുണ്ണി മാഷാണ്. അതുപോലെ തന്നെ വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിൽ ഓതാം ഞാൻ, സ്വയം നന്നാവുക പാടിയത് കുഞ്ഞുണ്ണി മാഷ് തന്നെയാണ്. മറ്റൊന്ന്, 56 അക്ഷരമല്ല 51 അക്ഷരവുമല്ല എന്റെ മലയാളം, മലയാളം എന്ന 4 അക്ഷരവുമല്ല, അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ്, മണ്ണ് എന്ന ഒരൊറ്റ അക്ഷരമാണ് എന്റെ മലയാളം. കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകളാണ്. മറ്റൊന്ന്, അത്ഭുതം എന്നൊരു സാധനം കൊണ്ടല്ലോ സൃഷ്ടിച്ചത് ഈശ്വരൻ എന്നെ നന്നായി, എന്നിട്ട് അതിൻ ബാക്കി എടുത്തവൻ ഒപ്പിച്ചത് പ്രപഞ്ചത്തിനെയും. വളരെ രസകരമായ വരികൾ കുഞ്ഞുണ്ണി മാഷിന്റേത് തന്നെ. മറ്റൊന്ന്, ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യതൻ പേറങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെയാക്കി ഞാൻ. മലയാളിയുടെ അമിതമായ ഇംഗ്ലീഷ് വിധേയത്വത്തെ പരിഹസിച്ചുകൊണ്ട് ഈ വരികൾ എഴുതിയതും കുഞ്ഞുണ്ണി മാഷ് തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. PSC പരീക്ഷകളിലും ഒക്കെ ചോദിക്കാറുള്ളതാണ് ഈ ചോദ്യം. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ഓപ്ഷൻ എ തകഴി ശിവശങ്കരപിള്ള, ഓപ്ഷൻ ബി കാരൂർ നീലകണ്ഠപിള്ള, ഓപ്ഷൻ സി വൈക്കം മുഹമ്മദ് ബഷീർ, ഓപ്ഷൻ ഡി പി കേശവദേവ്. ശരിയായ ഉത്തരം ഏതാണ്? കേരള മോപ്പസാങ് ആരാണ്? തകഴി ശിവശങ്കരപിള്ളയാണ്. ആരാണ് മോപ്പസാങ്? ഫ്രഞ്ച് സാഹിത്യകാരനായ മോപ്പസാങ് ലോക സാഹിത്യത്തിൽ തന്നെ ആദ്യമായി തൊഴിലാളികളുടെയും കഷ്ടപ്പെടുന്നവരുടെയും കർഷകരുടെയും കഥ സാഹിത്യത്തിൽ പകർത്തി, അല്ലെങ്കിൽ അവരുടെ കഥയുടെ നെടുനായകത്വം വഹിക്കുന്ന രീതിയിൽ രചന നടത്തി എന്ന നിലയിൽ പ്രസിദ്ധനാണ് ഫ്രഞ്ച് സാഹിത്യകാരനായ മോപ്പസാങ്. അതിന് സമാനമായിട്ട് കർഷകരുടെയും തൊഴിലാളികളുടെയും കഥ മലയാളത്തിൽ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ളത് തകഴി ശിവശങ്കരപിള്ളയായതിനാലാണ് തകഴിയെ എന്ത് വിശേഷിപ്പിക്കുന്നത്? കേരള മോപ്പസാങ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നതും തകഴി ശിവശങ്കരപിള്ള തന്നെയാണ്. അതുപോലെ ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന ആത്മകഥയുടെ കർത്താവ്, എന്റെ വക്കീൽ ജീവിതം എന്ന ആത്മകഥയുടെ കർത്താവ്, ഇതൊക്കെ ആര് തന്നെയാണ്? തകഴി ശിവശങ്കരപിള്ളയാണ്. 1984 സമഗ്ര സംഭാവനയ്ക്കുള്ള ജ്ഞാനപീഠ പുരസ്കാരവും തകഴി ശിവശങ്കരപിള്ളയെ തേടിയെത്തുകയുണ്ടായി. ഇനി കേരള ചേർത്ത് അറിയപ്പെടുന്ന ചില പ്രധാനപ്പെട്ട അപരനാമങ്ങൾ അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടത് മാത്രം ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നോക്കാം. കേരള പാണിനി എന്നറിയപ്പെടുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധ വൈയാകരണനായ AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. കേരള പാണിനീയം എന്ന പുസ്തകത്തിന്റെ രചനയാണ് അദ്ദേഹത്തെ ഈ പേരിന് അർഹനാക്കിയത്. അതുപോലെ കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കാരണം ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായിരിക്കും? വാൽമീകി രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വള്ളത്തോൾ നാരായണ മേനോനാണ്. അതുപോലെ തന്നെ ഋഗ്വേദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതും വള്ളത്തോൾ തന്നെയാണ്. കേരള വ്യാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്.
1,20,000 പരം വരുന്ന ശ്ലോകങ്ങളെ 874 ദിവസം കൊണ്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിന്റെ പേരിലാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ കേരള വ്യാസൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. മലയാളത്തിലെ പ്രസിദ്ധമായ ഒരു നോവലിന്റെ പേരാണ് കേരള സിംഹം. സർദാർ KM പണിക്കർ പഴശ്ശിരാജയെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് രചിച്ച നോവലാണ് കേരള സിംഹം എന്നത്. ആ നോവൽ എഴുതിയതിന്റെ പേരിലാണ് പഴശ്ശിരാജ കേരള സിംഹം എന്ന് അറിയപ്പെട്ടത്. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻപിള്ളയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക സാഹിത്യത്തിൽ തന്നെ ആദ്യമായി ഐതിഹാസിക കഥകൾ ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നത് സ്കോട്ട് എന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ഐവാൻഹോ എന്ന നോവലാണ് ലോക സാഹിത്യത്തിലെ തന്നെ ആദ്യത്തെ ഐതിഹാസിക നോവലായിട്ട് പരിഗണിക്കപ്പെടുന്നത്. ഇതിന് സമാനമായിട്ട് മലയാളത്തിൽ ഐതിഹാസിക നോവലുകളായ മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ തുടങ്ങിയ നോവലുകൾ എഴുതിയതിന്റെ പേരിലാണ് CV രാമൻപിള്ളയെ എന്ത് വിളിക്കുന്നത്? കേരള സ്കോട്ട് എന്ന് വിളിക്കുന്നത്. അതുപോലെ കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. ഹെമിംഗ്വേ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ലോക സാഹിത്യത്തിൽ തന്നെ ആദ്യമായിട്ട് ബോധധാര നോവൽ അഥവാ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന നോവൽ എഴുതിയ വ്യക്തിയാണ് ആര്? ഹെമിംഗ്വേ. അദ്ദേഹത്തിന്റെ കിഴവനും കടലും എന്ന നോവലാണ് ലോക സാഹിത്യത്തിലെ തന്നെ ആദ്യത്തെ ബോധധാര നോവലായിട്ട് പരിഗണിക്കപ്പെടുന്നത്. ഇതിന് സമാനമായിട്ട് മലയാളത്തിൽ ഒരു ബോധധാര നോവൽ എഴുതിയിട്ടുണ്ട് MT വാസുദേവൻ നായർ. ആ നോവലിന്റെ പേരാണ് മഞ്ഞ്. മഞ്ഞ് എന്ന നോവലിന്റെ രചനയാണ് MT വാസുദേവൻ നായരെ കേരള ഹെമിംഗ്വേ എന്ന അപരനാമത്തിന് അർഹനാക്കിയത്. പക്ഷെ മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ മഞ്ഞാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അത് പോഞ്ഞിക്കര റാഫിയുടെ സ്വർഗദൂതൻ എന്ന നോവലാണ്. അത് അത്ര കണ്ട് വിജയിച്ചില്ല. പ്രേക്ഷകരുടെ അല്ലെങ്കിൽ വായനക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ബോധധാര നോവൽ MT വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന നോവലാണ്. അതുകൊണ്ടാണ് പോഞ്ഞിക്കര റാഫിയെ കേരള ഹെമിംഗ്വേ എന്ന് വിളിക്കാത്തതും MT വാസുദേവൻ നായരെ കേരള ഹെമിംഗ്വേ എന്ന് വിളിക്കുന്നതും. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2020 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ കഥാസമാഹാരം ഏതാണ്? ഞാൻ പുരസ്കാരങ്ങളെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴൊക്കെ തന്നെ പറയാറുണ്ട് മോസ്റ്റ് റീസെന്റ് 4 years, അവസാന 4 വർഷങ്ങളിൽ ആർക്കൊക്കെ ഏതൊക്കെ പുരസ്കാരം കിട്ടി എന്ന കാര്യം അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം എന്ന് പറയാറുള്ളതാണ്. 2024 പരീക്ഷ നടക്കുന്ന സമയത്ത് 2023 വരെയുള്ള പുരസ്കാരങ്ങളായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അതുകൊണ്ടാണ് 2020 പുരസ്കാരം പരീക്ഷയിൽ ചോദ്യമായിട്ട് വന്നത്. അപ്പോ 2020 ബാലസാഹിത്യ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടേതാണ് എന്നോർക്കണം. അത് ലഭിച്ചത് ഏത് കൃതിക്കാണ്? ഗ്രേസിയുടെ വാഴ്ത്തപ്പെട്ട പൂച്ച എന്ന കൃതിക്കാണ് 2020 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇതാണ് ആ പുസ്തകത്തിന്റെ കവർ ചിത്രം. ബാലസാഹിത്യ കൃതിയാണ്, ഗ്രേസിയാണ് ഇത് രചിച്ചത്. അങ്ങനെയെങ്കിൽ സമീപകാലത്ത് ശ്രദ്ധേയമായ ചില കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ നമുക്ക് പരിചയപ്പെടാം. 2024 കവിതാ വിഭാഗത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് മുൻ ചീഫ് സെക്രട്ടറിയും കവിയുമായ P ജയകുമാറിനാണ്. അദ്ദേഹത്തിന്റെ പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് 2024 കവിതാ വിഭാഗത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഈ കവിതാ വിഭാഗത്തിനുള്ള എന്ന് എടുത്തു പറയാനുള്ള കാരണം എന്താണ്? കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും എല്ലാ വിഭാഗത്തിനും പുരസ്കാരം കൊടുക്കുന്നുണ്ട്. അതായത് കഥ, കവിത, നോവൽ, നാടകം, ജീവചരിത്രം, ആത്മകഥ, സഞ്ചാര സാഹിത്യം, വിവർത്തനം, ബാലസാഹിത്യം തുടങ്ങിയ മേഖലകൾക്കൊക്കെ തന്നെയും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ എല്ലാ വർഷവും കൊടുക്കാറുണ്ട് എന്ന നിലയ്ക്കാണ് കവിതാ വിഭാഗത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിവിടെ എടുത്തു പറഞ്ഞത്. അതുപോലെ ശ്രദ്ധിക്കണേ, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരത്തിന് അർഹനായത് എഴുത്തുകാരനായ ശ്യാം കൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ മീശക്കള്ളൻ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ മറ്റൊന്ന് നോക്കാം.
2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതിയുടെ പേര് അൽഗോരിതങ്ങളുടെ നാട് എന്നാണ്. ഉണ്ണി അമ്മയമ്പലം എന്ന വ്യക്തിയുടെ അൽഗോരിതങ്ങളുടെ നാട് എന്ന കൃതിക്കാണ് 2024 അതായത് ഏറ്റവും ഒടുവിലെ കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ സമീപകാലത്തേറെ വിവാദമായതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടതുമായ ഒരു നോവലായിരുന്നു റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാളത്തിൽ നിന്ന് പുരസ്കാരം നേടിയത് അഖിൽ പി ധർമ്മജനാണ്. ഏറെ വായനക്കാരുടെ സ്നേഹം, വായനക്കാരുടെ ശ്രദ്ധ ഒക്കെ പിടിച്ചുപറ്റാൻ ഈ നോവലിന് സാധിച്ചു. സമീപകാലത്ത് കേട്ട വാർത്ത റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ സിനിമയാകാൻ പോകുന്നു എന്നുള്ളതാണ്. എന്തു തന്നെയാണെങ്കിലും 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരത്തിന് അർഹനായത് അഖിൽ പി ധർമ്മജനാണ്. റാം കെയർ ഓഫ് ആനന്ദി എന്ന ഗ്രന്ഥത്തിനാണ് പുരസ്കാരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. മലയാളത്തിലെ വ്യാകരണത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നപുംസക ലിംഗത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ പശു, ഓപ്ഷൻ ബി മേശ, ഓപ്ഷൻ സി ആൺകുട്ടി, ഓപ്ഷൻ ഡി കാള. ഇതിൽ നപുംസക ലിംഗത്തെ കുറിക്കുന്നത് നപുംസക ലിംഗം ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി ആണ്, മേശയാണ് ശരിയായ ഉത്തരം. ജീവനില്ലാത്തവയെ, ജഡവസ്തുക്കളെയാണ് വ്യാകരണത്തിൽ നപുംസകം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ജീവനില്ലാത്തതായിട്ട് ഏത് മാത്രമേ ഉള്ളൂ? മേശ മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ലിംഗപ്രകരണം മലയാള വ്യാകരണത്തിൽ വർക്കൗട്ട് ആകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായും 3 വിധത്തിലാണ് ഉപയോഗിക്കുന്നത്. ആൺജാതിയെ അല്ലെങ്കിൽ ആൺനാമത്തെ കുറിക്കുന്നതാണ് പുല്ലിംഗം. പുരുഷൻ, രാമൻ, രാജാവ്, കാള, ഇത്തരത്തിൽ ആൺ ശബ്ദങ്ങളെ കുറിക്കുന്ന ഏതു പദവും എന്തിന്റെ കീഴിൽ വരുന്നു? പുല്ലിംഗത്തിന്റെ കീഴിൽ വരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സ്ത്രീലിംഗം? പെൺജാതിയെ അല്ലെങ്കിൽ പെണ്ണാമത്തെ അർത്ഥമാക്കുന്ന പദങ്ങളുടെ ലിംഗ സ്വഭാവത്തെയാണ് സ്ത്രീലിംഗം എന്ന് പറയുന്നത്. സ്ത്രീ, രമ, രാജ്ഞി, പശു ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? സ്ത്രീലിംഗത്തിന് ഉദാഹരണമാണ്. എന്താണ് അപ്പോൾ നപുംസകലിംഗം? വ്യക്തമായ സചേതന ഭാവം ഇല്ലാത്തത്, അതായത് ജീവനില്ലാത്തത് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പറയുന്ന വസ്തുക്കളെ എല്ലാം മലയാളത്തിൽ നപുംസകമായാണ് കണക്കാക്കുന്നത്. നപുംസകം, ആ വാക്ക് തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ന എന്ന് പറഞ്ഞാൽ ശബ്ദത്തിനർത്ഥം അല്ല, നിരാകരിക്കുന്ന ശബ്ദമാണ് ന എന്നുള്ളത്. പും എന്നുള്ള ശബ്ദം പുല്ലിംഗത്തെ കുറിക്കുന്നു. സ എന്ന ശബ്ദം സ്ത്രീലിംഗത്തെ കുറിക്കുന്നു. കം പരിഗണിക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ ന എന്ന ശബ്ദം ആദ്യം വന്നതുകൊണ്ട് പുല്ലിംഗമെന്നോ സ്ത്രീലിംഗമെന്നോ കണക്കാക്കാൻ സാധിക്കാത്തത് എന്നാണ് വാക്കിന്റെ തന്നെ അർത്ഥം. അപ്പൊ നപുംസകം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? ജീവനില്ലാത്തവയെ കുറിക്കാനാണ് വ്യാകരണത്തിൽ നപുംസക ലിംഗം എന്ന വിഭാഗം ഉപയോഗിക്കുന്നത്. മേശ, ഭാരതം, പുസ്തകം ഇതൊക്കെ നപുംസക ലിംഗത്തിന് ഉദാഹരണമാണ്. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. മലയാളത്തോടൊപ്പം മറ്റേത് ഭാഷ കൂടി ചേർന്നാണ് മണിപ്രവാളം രൂപപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ എ തമിഴ്, ഓപ്ഷൻ ബി തെലുങ്ക്, ഓപ്ഷൻ സി സംസ്കൃതം, ഓപ്ഷൻ ഡി ഇംഗ്ലീഷ്. ഏതാണ് ശരിയായ ഉത്തരം? എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ സി സംസ്കൃതമാണ് ശരിയായ ഉത്തരം. ഭാഷാ സംസ്കൃതയോഗോ മണിപ്രവാളം എന്ന പ്രസിദ്ധമായ നിർവചനമുണ്ട് അല്ലെ? സംസ്കൃതവും മലയാളവും പരസ്പരം വേറിട്ടറിയാൻ കഴിയാത്ത വിധം കലർത്തിയുള്ള കാവ്യരചനാ സമ്പ്രദായത്തെയാണ് മണിപ്രവാളം എന്ന് വിശേഷിപ്പിക്കുന്നത്. 14-ാം നൂറ്റാണ്ടിൽ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ലീലാതിലകം എന്ന ഗ്രന്ഥമാണ് മണിപ്രവാളത്തിന്റെയും പാട്ടിന്റെയും ലക്ഷണങ്ങൾ നിർവചിച്ചിട്ടുള്ളത്. മണിപ്രവാളം എന്ന കാവ്യശാഖ പോലെ തന്നെ അതിന് സമാന്തരമായി വിഹരിച്ചിരുന്ന മറ്റൊരു സാഹിത്യ ശാഖയാണ് പാട്ടുപ്രസ്ഥാനം. അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ വഴിയെ പറയാം. എന്തു തന്നെയാണെങ്കിലും ലീലാതിലകം എന്ന ഗ്രന്ഥം അറിയപ്പെടുന്നത് മണിപ്രവാള ലക്ഷണ ഗ്രന്ഥം എന്നാണ്. പ്രസ്തുത ഗ്രന്ഥത്തിലാണ് ഭാഷാ സംസ്കൃതയോഗോ മണിപ്രവാളം എന്ന പ്രസിദ്ധമായ നിർവചനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. മണി എന്നാൽ മാണിക്യം അഥവാ റൂബി എന്ന ചെമപ്പ് കല്ലാണ്. പ്രവാളം എന്നാലോ പവിഴത്തിന്റെ പര്യായമാണ്. മണി എന്ന ദ്രാവിഡ ഭാഷയും പ്രവാളം എന്നുള്ളത് സംസ്കൃത ഭാഷയെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്.
മാണിക്യവും പവിഴവും ഒരേ നിറമാണ്, രണ്ടിനും ചുമപ്പ് നിറം തന്നെയാണ്. ഇവ ചേർത്ത് ഒരു മാല നിർമ്മിച്ചാൽ മണിയും പ്രവാളവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുകയില്ല. രത്നവും പവിഴവും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു നിലയുണ്ടാകും. അതുപോലെ മലയാളവും സംസ്കൃതവും അന്യൂനമായി കൂടിച്ചേർന്ന് ഒരു പുതിയ ഭാഷ പ്രാചീന കാലത്തുണ്ടായി എന്നാണ് സങ്കല്പം. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? മണിപ്രവാളം എന്ന് വിളിക്കുന്നത്. കൂത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും സഹായത്തോടെയാണ് ആദ്യകാലത്ത് മണിപ്രവാളം വികാസം പ്രാപിച്ചത്. കൂടിയാട്ടത്തിൽ നായകനും മറ്റും ചൊല്ലുന്ന സംസ്കൃത ശ്ലോകങ്ങൾക്ക് പകരം വിദൂഷകൻ മണിപ്രവാളത്തിൽ പ്രതിശ്ലോകങ്ങൾ ചൊല്ലുകയും അത് വിവരിക്കുകയും ചെയ്തത് ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വികാസത്തിന് സഹായകമായി. പിന്നീട് മലയാള ഭാഷ ഉണ്ടായതിൽ, മലയാള ഭാഷയെ കരുപിടിപ്പിച്ചതിൽ മണിപ്രവാളത്തിന് വലിയ പങ്കാണ് ഉള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. കലാധരൻ എന്നതിന് സമാന പദം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ രവി, ഓപ്ഷൻ ബി വിധു, ഓപ്ഷൻ സി മൃഗാങ്കൻ, ഓപ്ഷൻ ഡി നിശാധിപതി. ഇതിൽ കലാധരൻ എന്നതിന് സമാന പദം അല്ലാത്തത് ഏത്? കലാധരൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കലാധരൻ ചന്ദ്രന്റെ പര്യായമാണ്. എല്ലാ കലകളുടെയും ഉറവിടം ചന്ദ്രനാണ് എന്നാണ് സങ്കല്പം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രനെ എന്ത് വിളിക്കുന്നത്? കലാധരൻ എന്ന് വിളിക്കുന്നത്. വിധു എന്ന് പറഞ്ഞാലും ചന്ദ്രൻ തന്നെയാണ്. മൃഗാങ്കൻ, മൃഗാങ്കൻ എന്ന് പറഞ്ഞാല് രണ്ട് കാര്യങ്ങൾ പറയാറുണ്ട്. മൃഗം എന്നുള്ളത് മൃഗങ്ങളെ പൊതുവായിട്ട് പറയുന്നത് പോലെ മാനിന്റെ പര്യായമായിട്ടും മൃഗം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ചന്ദ്രനിൽ കാണുന്ന ഗർത്തത്തിന്റെ ആകൃതി സാഹിത്യകാരന്മാരുടെ അഭിപ്രായത്തിൽ ചിലർ പറയുന്നു അതിന്റെ ആകൃതി മുയലാകൃതിയാണ്, ചിലർ പറയുന്നു അത് മാനിന്റെ ആകൃതിയാണ് എന്ന്. എന്തു തന്നെയാണെങ്കിലും മാനിന്റെ ആകൃതിയോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിലാണ് ചന്ദ്രനെ എന്ത് വിളിക്കുന്നത്? മൃഗാങ്കൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ നിശാധിപതി ആരാണ്? നിശാധിപതി എന്ന് പറഞ്ഞാലും ചന്ദ്രൻ തന്നെയാണ്. രാത്രിയുടെ രാജാവ് എന്നുള്ള അർത്ഥത്തിലാണ് ചന്ദ്രനെ എന്ത് വിളിക്കുന്നത്? നിശാധിപതി എന്ന് വിളിക്കുന്നത്. അപ്പോ വിധുവും മൃഗാങ്കനും നിശാധിപതിയും കലാധരനും ചന്ദ്രൻ തന്നെയാണ്. അപ്പൊ സമാനപദം അല്ലാത്തത് ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത്? ശരിയായ ഉത്തരം രവിയാണ്. രവി ആരുടെ പര്യായമാണ്? സൂര്യന്റെ പര്യായമാണ് അല്ലെ? ചെറിയ ക്ലാസ്സിലെ നമ്മൾ പഠിക്കുന്നതാണ്. രവി സൂര്യന്റെ പര്യായമാണ്. അങ്ങനെയെങ്കിൽ ചന്ദ്രന്റെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അംഭോരാജൻ, അമൃതരശ്മി, ഇന്ദു, ഉഡുരാജൻ, ഏണഭൃത്ത്, ഏണലാഞ്ചനൻ, ഏണാങ്കൻ, ഔഷധീശൻ, കലാധരൻ, കലാനിധി, കലേശൻ, കുമുദഭാന്തവൻ, ക്ലേതു, ക്ഷപാകരൻ, ഗ്ലൗവ്, ജൈവാതൃകൻ, തമോനുദൻ, തിങ്കൾ, ദ്വിജരാജൻ, നക്ഷത്രേശൻ, നിശാകരൻ, നിശാനാഥൻ, നിശാപതി, നിശാധിപതി, മതി, മൃഗാങ്കൻ, വിധു, ശശധരൻ, ശശാങ്കൻ, ശശി. കണ്ടോ? ശശം എന്ന വാക്ക് മുയലിന്റെ പര്യായമാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മുയലിന്റെ ആകൃതി ആണ് എന്ന് ചിലർ പറയുന്നു, മാനിന്റെ ആകൃതിയാണ് എന്ന് മറ്റു ചിലർ പറയുന്നു. അപ്പോ മാനിന്റെ ആകൃതിയോട് കൂടിയവൻ അല്ലെങ്കിൽ മുയലിന്റെ ആകൃതിയോട് കൂടിയവൻ എന്ന അർത്ഥത്തിൽ വരുന്ന ഏതു വാക്കും ആരുടെ തന്നെ പര്യായമാണ്? ചന്ദ്രന്റെ തന്നെ പര്യായമാണ്. ശീതഗു, ശുഭ്രാംശു, സുധാംശു, സോമൻ, ഹിമകരൻ, ഹിമാംശു എന്നിവ ചന്ദ്രന്റെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങളാണ്. അപ്പൊ രവി എന്ന വാക്ക് ആരുടെ പര്യായമാണ്? സൂര്യന്റെയാണ്. ആ നിലയ്ക്ക് സൂര്യന്റെ പര്യായ പദങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ആദിത്യൻ, അംശുധരൻ, അംശുദായകൻ, അംശുധ, അർക്കൻ, ഇനൻ, പ്രഭാകരൻ, ദിനേശൻ, ദിവാകരൻ, ദിനകരൻ, ദിനമണി, പകലോൻ, പകൽമണി, രവി, ഭാസ്കരൻ, മാർത്താണ്ഡൻ, ഞായർ, ഭാനു, അരുണൻ, ഉഷപൻ. ഇതൊക്കെ ആരുടെ പര്യായങ്ങളാണ്? സൂര്യന്റെ പര്യായ പദങ്ങളാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പെഡഗോഗിയുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം. ശ്രവണ നൈപുണിയുടെ വികാസത്തിനായി ജിജ്ഞാസയുണർത്തുന്നതും രസകരവുമായ അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടതാണ്. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഓപ്ഷൻ എ ഭാഗികമായി ശരി, ഓപ്ഷൻ ബി തെറ്റ്, ഓപ്ഷൻ സി ഭാഗികമായി തെറ്റ്, ഓപ്ഷൻ ഡി ശരി.
ശ്രവണ നൈപുണി വികസിപ്പിക്കാൻ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? കുട്ടികൾക്ക് താല്പര്യമുള്ള, കുട്ടികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതായ വിഷയങ്ങളാണ് കേൾക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രസ്താവനയോട് എന്ത് ചെയ്യേണ്ടി വരും? യോജിക്കേണ്ടി വരും. ഈ പ്രസ്താവന 100% ശരിയായ പ്രസ്താവനയാണ്. എന്താണ് ശ്രവണ നൈപുണി അല്ലെങ്കിൽ ശ്രദ്ധാ നൈപുണി എന്നതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഭാഷയിലെ പ്രധാന നൈപുണികളെ 4ആയി തിരിച്ചിരിക്കുന്നു. ശ്രദ്ധ, സംഭാഷണം, വായന, എഴുത്ത് എന്നിവയാണ് ഈ 4 നൈപുണികൾ. ഇതിൽ ശ്രദ്ധാ നൈപുണിയിലേക്ക് കടക്കുമ്പോ ഭാഷാ നൈപുണികളിൽ ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമാണ് ശ്രദ്ധ. എഴുതണമെങ്കിലും വായിക്കണമെങ്കിലും സംസാരിക്കണമെങ്കിലും എന്തു വേണം? ശ്രദ്ധയോടുകൂടി കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. ശ്രദ്ധയും ശ്രവണവും ഒരേ അർത്ഥത്തിലാണ് നാം ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും അവയ്ക്ക് തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ശ്രവണ നൈപുണികൾ വികസിപ്പിക്കുന്നതിൽ കുടുംബാന്തരീക്ഷത്തിന് വലിയ പങ്കാണുള്ളത്. ശബ്ദം, ശ്രവണം ഇവ ഒരേ സാങ്കേതിക അർത്ഥത്തിൽ നാം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇവ രണ്ടും വ്യത്യസ്ത കഴിവുകളാണ്. ശബ്ദ തരംഗങ്ങളുടെ ശ്രവണ ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള ഭൗതിക സ്വീകരണമാണ് ശ്രവണം എന്ന് പറയാം. ശ്രവണ ഇന്ദ്രിയത്തിന് തകരാർ സംഭവിച്ചവർക്ക് ഒഴികെ എല്ലാവർക്കും തന്നെ ശ്രവിക്കുക എന്ന പ്രവൃത്തിയിൽ ഏർപ്പെടാൻ സാധിക്കും. ശ്രദ്ധാ നൈപുണി വികസിപ്പിക്കുന്നതിനുള്ള ചില മാർഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. റെക്കോർഡ് ചെയ്ത ടേപ്പുകളുടെ ഉപയോഗം. എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. അതുകൊണ്ട് തന്നെ കണ്ടും കേട്ടുമാണ് കുട്ടികൾ പഠിക്കുന്നത്. പണ്ടുള്ള അധ്യാപകർ അല്ലെങ്കിൽ പണ്ടുള്ള വിദ്യാർത്ഥികൾ എങ്ങനെയാണ് പഠിച്ചിരുന്നത്? അധ്യാപകൻ പറയുന്നു, അത് വിശ്വസിക്കുന്നു, അത് ഉൾക്കൊള്ളുന്നു. അവരുടെ മനസ്സിൽ അതിന്റെ ചിത്രം യഥാർത്ഥത്തിൽ പതിയണമെന്നില്ല. ചില കുട്ടികൾ പഠിക്കുന്നതിൽ അതീവ തൽപരരായ മിടുക്കന്മാരായ കുട്ടികളുടെ ഉള്ളിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക വിശദീകരിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ പതിയുന്നത്. ബാക്കിയുള്ള കുട്ടികൾ ഒരു തരത്തിൽ അതങ്ങോട്ട് കേട്ടിരിക്കും, അത്രയേ ഉള്ളൂ. ഇപ്പോ ക്ലാസ് മുറികൾ കൂടുതൽ സജീവമാവുകയാണ്. കാണാനും കേൾക്കാനും പറയാനും ഒക്കെയുള്ള അവസരം കുട്ടികൾക്കായി ഒരുങ്ങുകയാണ്. അപ്പൊ അവരുടെ ശ്രദ്ധാ നൈപുണി വികസിപ്പിക്കുന്നതിൽ ഇത്തരം സാങ്കേതിക സൗകര്യങ്ങളെ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം. അതിലൊന്നാണ് റെക്കോർഡ് ചെയ്ത ടേപ്പുകളുടെ ഉപയോഗം. അതുപോലെ അധ്യാപകർ ക്ലാസ് മുറികളിൽ നിർമ്മിക്കുന്ന പ്രത്യേക പ്രവർത്തനങ്ങൾ. അധ്യാപകന്റെ വായനയും സംസാരവും മാതൃകാപരമായിരിക്കണം. ഉച്ചാരണ സ്ഫുടത അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ക്ലാസ്സിലിരിക്കുന്ന 40ഓളം കുട്ടികൾ അധ്യാപകന്റെ ഉച്ചാരണമാണ് പിന്നീട് പകർത്താനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കുഞ്ചൻ നമ്പ്യാര് പണ്ട് എന്ത് പാടിയത്? ആശാൻ അക്ഷരം 1 പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന് എന്ന് കുഞ്ചൻ നമ്പ്യാരെ കൊണ്ട് ചൊല്ലിച്ചത് ഈ ഒരു അവബോധമാണ്. അധ്യാപകൻ ഒരിക്കലും വാചാലനാകരുത്, വാഗ്മിയെ ആകാവൂ. അധികമായി സംസാരിക്കുന്നവനെയാണ് വാചാലൻ എന്ന് പറയുന്നത്. മിതവും സാരവുമായി സംസാരിക്കുന്നവനെയാണ് വാഗ്മി എന്ന് പറയുന്നത്. അപ്പൊ ആവശ്യത്തിന് മാത്രം അധ്യാപകൻ സംസാരിക്കുക. അത് കുട്ടികൾക്ക് ആവശ്യമുള്ളതായിരിക്കണം, അവർക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കണം. പിന്നെ അധ്യാപകന്റെ സംസാരത്തിന് വേഗത, ഊന്നൽ, ആരോഹണ അവരോഹണ ക്രമം എന്നിവ ഉണ്ടായിരിക്കണം. ഒരു കാര്യം പറയുമ്പോൾ ഏത് ഭാഗത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് കേൾവിയിൽ തന്നെ കുട്ടിക്ക് മനസ്സിലാകണം. ആ രീതിയിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങൾ പതിഞ്ഞ ശബ്ദത്തിൽ, പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ശബ്ദത്തിൽ, ഇങ്ങനെയുള്ള സംസാരത്തിന്റെ മോഡുലേഷൻ അധ്യാപകൻ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ആംഗ്യഭാഷ ഉപയോഗിക്കണം. പ്രകൃതിയിലെ ശബ്ദങ്ങൾ ശ്രവിക്കാനുള്ള അവസരം അധ്യാപകൻ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ നിർമ്മിത ശബ്ദങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്ന ശബ്ദങ്ങളുണ്ട്, അതിൽ ശ്രദ്ധിക്കാനുള്ള അവസരങ്ങളും അധ്യാപകൻ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ശ്രദ്ധാ നൈപുണി അതുപോലെ തന്നെ ശ്രവണ നൈപുണി എന്നിവ കുട്ടികളിൽ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കൂ. അതുപോലെ മനുഷ്യ ശബ്ദങ്ങളെ തിരിച്ചറിയുക, പ്രകൃതിയെ ആസ്വദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ശബ്ദത്തെ അത് പുറപ്പെടുവിക്കുന്ന വസ്തുവുമായി ബന്ധിപ്പിച്ച് അവബോധം നേടിയെടുക്കുക. ഒരു കിളിയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് ഏത് കിളിയാണെന്ന് തിരിച്ചറിയാനുള്ള അവസരം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ
അവർ പ്രകൃതിയെ കൂടുതൽ ശ്രദ്ധിക്കുവാനും ആസ്വദിക്കാനും ഒക്കെ തുടങ്ങും. അത് അവരുടെ ശ്രദ്ധ, ശ്രവണ നൈപുണ്യങ്ങളെ വികസിപ്പിക്കാൻ സഹായകമാവുകയും ചെയ്യും. ഇത്തരം ശബ്ദങ്ങളെ താരതമ്യം ചെയ്യാനും അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ മിക്കവാറും സാധിക്കുന്നത് മാതൃഭാഷ അധ്യാപകനോ അധ്യാപികയ്ക്കോ ആയിരിക്കും എന്നുള്ളത് കൂടി സൂചിപ്പിക്കട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക്, കൈകൊണ്ട് കീറുന്നതിനു വേണ്ടി വ്യത്യസ്ത വസ്തുക്കൾ കുട്ടികൾക്ക് നൽകുന്നത് ഏത് വികാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്? ഓപ്ഷൻ എ വൈജ്ഞാനിക വികാസം, ഓപ്ഷൻ ബി സാമൂഹിക വൈകാരിക വികാസം, ഓപ്ഷൻ സി ശാരീരിക ചാലക വികാസം, ഓപ്ഷൻ ഡി ഭാഷാ വികാസം. കുട്ടി കൈകൊണ്ട് വ്യത്യസ്ത വസ്തുക്കൾ കീറുകയാണ്. അതിന്റെ കട്ടി അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു A4 പേപ്പർ എടുത്ത് കീറാൻ പറയുമ്പോഴത്തേക്കും അത് എളുപ്പത്തിൽ കീറാൻ സാധിക്കും. അതേസമയം ഒരു കാർഡ് ബോർഡിന്റെ കവറോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള താളോ കൊടുത്തു കഴിഞ്ഞാൽ അത് കീറാനായിട്ട് അല്പം ബുദ്ധിമുട്ടായിരിക്കും. കൂടുതൽ ബലം അതിനായിട്ട് പ്രയോഗിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് എന്തിന്റെ വികാസത്തിന് വേണ്ടിയിട്ടാണ്? സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ശാരീരിക ചാലക വികാസത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ക്ലാസ് മുറിയിൽ കൊടുക്കുന്നത്. ശരീരത്തിലെ പേശികളുടെയും നാഡികളുടെയും ഏകോപനത്തിലൂടെയുള്ള ചലനശേഷിയുടെ വളർച്ചയും വികാസവും ഇതിനെയാണ് എന്തു പറയുന്നത്? ശാരീരിക ചാലക വികാസം എന്ന് പറയുന്നത്. ഇത് കുട്ടിക്കാലത്ത് അതിവേഗം വളർച്ച പ്രാപിക്കുകയും പിന്നീട് ജീവിതത്തിൽ ഉടനീളം വികസിക്കുകയും ചെയ്യുന്നു. പേശികളുടെയും നാഡികളുടെയും ഏകോപനത്തിനായി നമുക്ക് എന്ത് ചെയ്യാം? പേശികൾ ചുരുങ്ങുകയും നിവരുകയും ചെയ്യുമ്പോഴും നാഡികൾ ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുമ്പോഴും ശരീരത്തിന് ചലനങ്ങൾ സാധ്യമാകുന്നു. ഈ രണ്ട് കാര്യങ്ങളുടെയും പരസ്പര ബന്ധിതമായ പ്രവർത്തനമാണ് ശാരീരിക ചാലക വികാസം. ചലനശേഷിയുടെ വളർച്ച എങ്ങനെ സാധിക്കാം? നടക്കുക, ഓടുക, ചാടുക, എഴുതുക, വരയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ ശരീരത്തിന് കഴിയുന്നത് ശാരീരിക ചാലക വികാസം ഉള്ളതുകൊണ്ടാണ്. ജീവിതത്തിൽ ഉടനീളമുള്ള വികാസം എങ്ങനെയാണ്? കുട്ടിക്കാലത്ത് അതിവേഗം വളരുന്ന ശാരീരിക ചാലക വികാസം പ്രായമാകും തോറും ശരീരത്തിന് കൂടുതൽ കാര്യക്ഷമതയും നിയന്ത്രണവും നൽകുന്നു എന്നുള്ളതാണ്. ശാരീരിക ചാലക വികാസത്തിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള ചലനങ്ങളാണുള്ളത്. സ്ഥൂല ചാലക വികാസം അഥവാ ഗ്രോസ് മോട്ടോർ സ്കിൽസ്, സൂക്ഷ്മ ചാലക വികാസം അഥവാ ഫൈൻ മോട്ടോർ സ്കിൽസ്. സ്ഥൂല ചാലക വികാസത്തിന് ഉദാഹരണം ഏതൊക്കെയാണ്? വലിയ പേശികളുടെ ചലനങ്ങൾ, അതായത് കാലിന്റെ പേശി നടക്കാനായിട്ട് ഉപയോഗിക്കുന്നു, അല്ലെ? ഓടാനായിട്ടും ചാടാനായിട്ടും ഈ പറയുന്ന കാലിലുള്ള വലിയ പേശികളാണ് ഉപയോഗിക്കുന്നത്. ഇത് സ്ഥൂല ചാലക വികാസം അഥവാ ഗ്രോസ് മോട്ടോർ സ്കിൽസിന് ഉദാഹരണമാണ്. ചെറിയ പേശികളുടെ ചലനങ്ങൾ, എഴുത്ത്, വരയ്ക്കൽ, സൂചി കൊണ്ട് തുന്നൽ എന്നിവ സൂക്ഷ്മ ചാലക വികാസം അഥവാ ഫൈൻ മോട്ടോർ സ്കിൽസിന് ഉദാഹരണമാണ്. കിട്ടിയല്ലോ? ഈ രണ്ട് തരത്തിലുള്ള ചലനങ്ങളും ഒരുമിച്ച് വികസിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ശരീരത്തെക്കുറിച്ച് ശരിയായ ബോധ്യമുണ്ടാവുകയും കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നത്. കുട്ടികളിൽ ശാരീരിക ചാലക വികാസം വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇവിടെ സൂചിപ്പിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇപ്പോൾ നിലവിലുള്ള ഭാഷാ പഠന രീതി ഏതെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അക്ഷരാവതരണ രീതി, ആശയാവതരണ രീതി, പ്രഭാഷണ രീതി, പാഠപുസ്തക രീതി. ഇതിൽ ഏതാണ് നിലവിലുള്ള ഭാഷാ പഠന രീതി? ആദ്യം അക്ഷരങ്ങൾ പഠിപ്പിച്ച് പതുക്കെ വാക്കുകൾ പഠിപ്പിക്കുകയും അതിൽ നിന്ന് വാക്യങ്ങൾ പഠിപ്പിക്കുകയുമാണോ ഇപ്പോൾ ചെയ്യുന്നത്? അല്ല. ഒരു അധ്യാപകൻ ക്ലാസ് മുറിയിൽ വന്നിരുന്നു കൊണ്ട് പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ ഒരു പ്രസംഗം പോലെ അവതരിപ്പിക്കുകയാണോ ഇപ്പൊ ചെയ്യുന്നത്? അതുമല്ല. പാഠപുസ്തകങ്ങൾ അങ്ങനെ തന്നെ വായിച്ചു കൊടുക്കലാണോ ഇന്നത്തെ രീതി? അതുമല്ല. പിന്നെയോ ആശയാവതരണ രീതിയാണ്. അധ്യാപകൻ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? ഒരാശയം കുട്ടിയിലേക്ക് എത്തിക്കുന്നു. ആ ആശയത്തിൽ നിന്നാണ് കുട്ടി പതുക്കെ വാക്യങ്ങളിലേക്കും വാക്യങ്ങളിൽ നിന്ന് വാക്കുകളിലേക്കും വാക്കുകളിൽ നിന്ന് അക്ഷരങ്ങളിലേക്കും കടക്കുന്നത്. പണ്ട് നമ്മളൊക്കെ പഠിച്ചിരുന്ന രീതിയിൽ നിന്നും തികച്ചും റിവേഴ്സ് ആയ ഓർഡറിലാണ് ഇന്ന് കുട്ടികൾ ഭാഷ പഠിക്കുന്നത് എന്ന് ചുരുക്കം. ഈ നവീനമായ സമീപനത്തെയാണ് എന്ത് വിളിക്കുന്നത്? ആശയാവതരണ രീതി എന്ന് വിളിക്കുന്നത്. ആശയം, വാക്യം, പദം, അക്ഷരം എന്ന ക്രമം പാലിച്ചുകൊണ്ട് നമ്മളൊക്കെ പഠിക്കുമ്പോൾ നേരെ തിരിച്ചായിരുന്നു, അല്ലെ? ആദ്യം
നമ്മൾ കടലാസില്, സ്ലേറ്റില്, മണ്ണില് ഒക്കെ അക്ഷരം എഴുതി പഠിക്കും. ആ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് തറ, പറ തുടങ്ങിയ വാക്കുകൾ നമ്മൾ പഠിക്കുന്നത്. ഈ വാക്കിന്റെ സഹായത്തോടു കൂടിയാണ് വാക്യങ്ങൾ കെട്ടിപ്പടുക്കാൻ നമ്മൾ പഠിച്ചത്. അതിനുശേഷം മാത്രമാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആശയങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞത്. ഇതിന് ഘടകവിരുദ്ധമായി നേരെ റിവേഴ്സ് ഓർഡറിലുള്ള ആശയം, വാക്യം, പദം, അക്ഷരം എന്ന ക്രമം പാലിച്ചുകൊണ്ട് ഭാഷയും അക്ഷരവും ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന സമീപനമാണ് ആശയാവതരണ രീതി. സമഗ്രതയിൽ നിന്ന് ഭാഗങ്ങളിലേക്ക്, അതായത് ആശയം വ്യക്തമാക്കുന്ന വാക്യങ്ങളിൽ നിന്ന് വാക്കുകളിലേക്കും അക്ഷരങ്ങളിലേക്കും സംക്രമിക്കുന്ന ഈ ഭാഷാബോധനം ഇന്ന് നമ്മുടെ പ്രൈമറി തലത്തിലെ ഭാഷാ ക്ലാസ്സുകളെ സർഗാത്മകവും സജീവവുമാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് പഠനം തെളിയിക്കുന്നത്. ഉദാഹരണം, പ്രൈമറി ക്ലാസ്സിൽ എത്തുന്ന കുട്ടിക്ക് മഴമേളം എന്നൊരു പാഠമുണ്ട് എന്ന് കരുതുക. മഴയെക്കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ കുട്ടികൾക്ക് അറിയാം. ടീച്ചർ ഒരുക്കുന്ന സംഭാഷണ വേളയിൽ മഴ പെയ്താൽ നനയുമെന്നും മഴയിൽ തുള്ളിച്ചാടാൻ രസമാണെന്നും മഴയിൽ കടലാസ് തോണി ഒഴുക്കാം എന്നുമൊക്കെ കുട്ടി അനുഭവങ്ങളിൽ നിന്ന് സ്വാഭാവികമായും പറയും. അപ്പോൾ കുട്ടിയുടെ സംഭാഷണത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന അർത്ഥപൂർണ വാക്യങ്ങൾ ടീച്ചർ ബോർഡിൽ എഴുതുന്നു. മഴ വന്നു, തോരാത്ത മഴ, മഴ തോർന്നു, ഇതൊക്കെ കുട്ടികൾ വിളിച്ചു പറയും. അപ്പൊ അത് അധ്യാപികയ്ക്ക് ബോർഡിൽ എഴുതിയിടാവുന്നതാണ്. ഇങ്ങനെയുള്ള ചെറിയ വാക്യങ്ങളിൽ നിന്ന് അക്ഷരരൂപവും ശബ്ദരൂപവും പൊരുത്തപ്പെടുത്തി ടീച്ചർ ബോർഡിൽ എഴുതുമ്പോൾ അതിൽ ആവർത്തിച്ചു വരുന്ന മഴ എന്ന വാക്കിലേക്കും മ, ഴ എന്നീ അക്ഷരങ്ങളിലേക്കും കുട്ടിയുടെ ശ്രദ്ധ സ്വാഭാവികമായും എത്തിച്ചേരും. മലയുടെ മീതെ മഴ, മരത്തിനു മീതെ മഴ, പുഴയ്ക്കു മീതെ മഴ എന്നിങ്ങനെ മ, ഴ എന്നീ അക്ഷരങ്ങൾ ആവർത്തിച്ചു പറയുകയോ പാടുകയോ എഴുതുകയോ ചെയ്യുമ്പോൾ ക്ലാസ് മുറികൾ സർഗാത്മകമാകുന്നു. മാത്രമല്ല കുട്ടി അക്ഷരബോധം ആർജിക്കുകയും ചെയ്യുന്നു. ഇവിടെ കുട്ടിയും അധ്യാപികയും ചേർന്ന് സൃഷ്ടിക്കുന്ന ജൈവികമായ അന്തരീക്ഷത്തിൽ നിന്ന് ഭാഷയും അതിന്റെ ദൃശ്യരൂപമായ അക്ഷരങ്ങളും കുട്ടിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇപ്പോഴുള്ള ക്ലാസ് മുറികളിൽ നടക്കുന്ന ആശയ അവതരണ രീതി. പണ്ടുള്ള അക്ഷരാവതരണ രീതിയുടെ സ്ഥാനത്ത് ഈ രീതിയാണ് ഇന്ന് പ്രതിഷ്ഠാപനം ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭാഷയുമായി ബന്ധപ്പെട്ട പഠന പ്രക്രിയ നിരന്തര വിലയിരുത്തലിന്റെ ഭാഗമായി വിലയിരുത്തുമ്പോൾ പരിഗണിക്കേണ്ടുന്ന സൂചകങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ, പഠന പ്രവർത്തനത്തിൽ പഠിതാവിന്റെ പങ്കാളിത്തം. ഓപ്ഷൻ ബി, ഭാഷയിലെ ഉള്ളടക്കപരമായ ധാരണ. ഓപ്ഷൻ സി, വിവിധ ഭാഷാ വ്യവഹാര രൂപങ്ങളിൽ പഠിതാവിന്റെ പ്രകടനം. നിരന്തരവും അതുപോലെ ഓപ്ഷൻ ഡി ഒന്നുകൂടിയുണ്ട്, മേൽ സൂചിപ്പിച്ചവ, അതായത് എയും ബിയും സിയും എല്ലാം പരിഗണിക്കണം. ഇതിലേതാണ് ശരിയായ ഉത്തരം? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയും അല്ലെ. നിരന്തരമായ മൂല്യനിർണയം, നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണയത്തിലൂടെയാണ് ഇപ്പോൾ ഓരോ കുട്ടിയെയും വിലയിരുത്തുന്നത്. അവന്റെ ഇന്റലിജൻസ് കോഷ്യന്റ് മാത്രമല്ല, ഇമോഷണൽ കോഷ്യന്റും നമ്മൾ അളക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് പഠന പ്രവർത്തനങ്ങളിലുള്ള പഠിതാവിന്റെ പങ്കാളിത്തത്തെ മാത്രമാണ് ഒരു കാലത്ത് പരിഗണിച്ചിരുന്നത് എങ്കിൽ ഇന്ന് അതിന് കുറച്ചുകൂടി കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയിട്ടുണ്ട്. ഭാഷയിലെ ഉള്ളടക്കപരമായ ധാരണ കുട്ടി എത്രത്തോളം സ്വാംശീകരിച്ചു എന്നും വിവിധ ഭാഷാ വ്യവഹാര രൂപങ്ങളിൽ പഠിതാവിന്റെ പ്രകടനം എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അളക്കാനുള്ള ടൂളുകൾ, ഉപകരണങ്ങൾ ഇന്ന് നിരന്തര മൂല്യനിർണയത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കൈക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഈ സൂചിപ്പിച്ചിട്ടുള്ള മൂന്നിനെയും നമ്മൾ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ വർഷങ്ങളായി നടന്നു വരുന്ന ഒരു പ്രവർത്തനമാണ് നിരന്തര മൂല്യനിർണയം അഥവാ കണ്ടിന്യൂസ് ഇവാലുവേഷൻ. നിരന്തര മൂല്യനിർണയത്തിൽ നിന്ന് നിരന്തര വിലയിരുത്തലിലേക്ക്, അതായത് കണ്ടിന്യൂസ് അസസ്മെന്റിലേക്ക് എത്തുമ്പോൾ മേന്മകൾ കൂടുകയാണ്. വിലയിരുത്തലിന് വിശാലമായ തലങ്ങളുണ്ട്. കുട്ടിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിലൂടെ മെച്ചപ്പെടുത്തൽ നടക്കും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരന്തര മൂല്യനിർണയത്തിൽ സ്കോർ രേഖപ്പെടുത്തൽ മാത്രം നടക്കുമ്പോൾ നിരന്തര വിലയിരുത്തലിൽ കുട്ടികളുടെ പ്രവർത്തനത്തിന്റെ മെച്ചപ്പെടുത്തൽ എന്ന നൈരന്തര്യം, പ്രോഡക്റ്റ് ടു പ്രോസസ് നടക്കും എന്നത് തന്നെയാണ് ഏറ്റവും വലിയ മേന്മ. അതായത് പഠിതാവിലുണ്ടായ മാറ്റം, പഠന നിലവാരം, നേടിയ അറിവിന്റെ പ്രയോജനം എന്നിവ തിരിച്ചറിയാനും വിലയിരുത്താനും
ഈ രീതി സഹായകമാണ്. എന്താണ് ഇവിടെ വിലയിരുത്തുന്നത്? ലേണിംഗ് പ്രോസസ് അഥവാ പഠന പ്രക്രിയ, വേരിയസ് ഏരിയാസ് ഓഫ് ലേണിംഗ് അഥവാ പഠനത്തിന്റെ വിവിധ മേഖലകൾ, ആപ്റ്റിറ്റ്യൂഡ് അഥവാ കുട്ടിയുടെ അഭിരുചികൾ, സ്കിൽസ് അഥവാ കുട്ടിയുടെ നൈപുണികൾ, അല്ലെ? ഇതെല്ലാത്തിനെയും വിലയിരുത്തിക്കൊണ്ടാണ് വർഷാവസാനം അല്ലെങ്കിൽ അധ്യയനത്തിന്റെ ഒടുവിൽ എന്ത് ചെയ്യുന്നത്? അവനെ വിലയിരുത്തുന്നത്. വ്യക്തിയുടെ അല്ലെങ്കിൽ കുട്ടിയുടെ സമഗ്രമായ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്താൻ ഇത് സഹായകമാകും. എപ്പോഴാണ് വിലയിരുത്തുന്നത്? പഠനബോധന പ്രക്രിയയോടൊപ്പം തന്നെ വിലയിരുത്തുന്നു, ഗ്രൂപ്പ് പ്രവർത്തനത്തിനിടയിൽ വിലയിരുത്തുന്നു, വ്യക്തിഗത പ്രവർത്തനത്തിനിടയിൽ വിലയിരുത്തുന്നു, വാചിക പ്രവർത്തനത്തിനിടയിൽ വിലയിരുത്തുന്നു, നേടിയ അറിവ് പരിശോധിച്ച് നിരന്തരമായി ടേം വിലയിരുത്തലിലും വിലയിരുത്തപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോ വർഷാവസാനം നടക്കുന്ന പരീക്ഷയിൽ മാത്രമല്ല, കുട്ടി സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ സ്കൂൾ വിടുന്ന സമയം വരെ ഓരോ നിമിഷവും അവനെ അളക്കാനുള്ള സാമഗ്രികളുമായിട്ടാണ് അധ്യാപകർ ഇന്ന് തയ്യാറായി നിൽക്കുന്നത്. അങ്ങനെ മാത്രമാണ് ഒരു കുട്ടിയെ നമുക്ക് സമഗ്രമായി വിലയിരുത്താൻ സാധിക്കുന്നത്. എങ്ങനെയൊക്കെ വിലയിരുത്താം? അവർക്ക് സ്വയം വിലയിരുത്താനുള്ള അവസരം കൊടുക്കുന്നു, അതുപോലെ ചെറിയ ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ട് അവരെ വിലയിരുത്താനുള്ള അവസരം കൊടുക്കുന്നു. അധ്യാപകൻ ഇതിന്റെ ഇടയിൽ നേരിട്ട് ഇടപെടുകയും ചെയ്യുന്നുണ്ട്, പരസ്പര വിലയിരുത്തലിന് വിധേയമാക്കുന്നുണ്ട്, പാനൽ വിലയിരുത്തലിന് വിധേയമാക്കുന്നുണ്ട്. അതുപോലെ രക്ഷിതാവും സമൂഹവും കുട്ടിയെ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്ന വിലയിരുത്തലും ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. വിലയിരുത്തലിനെ കുറിച്ചൊരു സാമാന്യമായ ചിത്രം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പോ നമ്മുടെ ചോദ്യ പേപ്പറുമായി ബന്ധപ്പെട്ട് ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചിരുന്നത്. ഇതേ മാതൃകയിലുള്ള കൂടുതൽ ചോദ്യങ്ങളിലൂടെയും വിശാലവും ആഴത്തിലുമുള്ള പഠനങ്ങളുമായിരിക്കും തുടർന്നു വരുന്ന സെഷനുകളിൽ സംഭവിക്കുന്നത്. അപ്പൊ പരീക്ഷയെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്, പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു സെഷൻ സഹായകമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.